എന്താണ് നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ യോധ ബാച്ച് എന്ന് പറയുന്നത്? മംഗലാപുരം ബോർഡറിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് പഠിച്ച് ജോലി പഠിച്ച് ജോലി വാങ്ങി പോകുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓൺലൈനിൽ നമുക്കറിയാം ഒരു വലിയ ബാച്ചിനെ നിയന്ത്രിക്കാനായിരിക്കും ഒരു മെൻറ്റർ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അതിലുള്ള വ്യത്യാസമുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് യോധ ബാച്ചിനെ പറ്റി ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആ യൂട്യൂബ് വീഡിയോയുടെ കമന്റ്സിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ വിളിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു ബാച്ചസിനെ പറ്റി, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു സംശയങ്ങളെല്ലാം മാറ്റിത്തരാനായിട്ട് ശ്യാം സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ശ്യാം സാറിനോട് തന്നെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സാർ, മെയിനായിട്ടും എന്താണ് നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ യോധ ബാച്ച് എന്ന് പറയുന്നത്? ഓക്കെ, യോധ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, ഇതാണ് എന്നെ വിളിക്കുന്ന പലരും ചോദിക്കുന്നത്. അത് ഓഫ്ലൈനിൽ മാത്രമേ ഇപ്പൊ യോധ എന്ന പേരിലുള്ള ബാച്ച് ഉള്ളൂ. ഓക്കെ, ഓൺലൈനിൽ ഡിഫറെന്റ് ആണ്. ഓൺലൈനിൽ ഇപ്പൊ നിലവിൽ അഗ്നി ബാച്ചാണ് റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പം മാത്രമല്ല, എവിടെയുണ്ട് വേറെ ബ്രാഞ്ച് തുടങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. തൃശ്ശൂർ തുടങ്ങിക്കൂടെ, കണ്ണൂർ തുടങ്ങുമോ, എന്ന് തുടങ്ങും. എന്തായാലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ സഹകാരിയുടെ ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ തൽക്കാലം എങ്ങും തുടങ്ങാൻ പ്ലാൻ ഇല്ല. നമ്മുടെ തമ്പാനൂരിൽ മാത്രമാണ് നിങ്ങൾക്ക് യോധ ബാച്ചിൽ സഹകാരിയോടൊപ്പം CAC പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. സാർ, അതുപോലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ബാച്ചസിലാണെങ്കിൽ പോലും എല്ലാ ജില്ലകളിൽ നിന്നും കുട്ടികൾ വന്നിരുന്ന് പഠിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ സെന്ററിൽ, നമ്മുടെ ആ ഒരു ബാച്ചസിൽ. അപ്പോൾ എന്തുകൊണ്ട് സഹകാരി, വൈ സഹകാരി, എന്താണ് കുട്ടികൾ അത് ചൂസ് ചെയ്യാനുള്ള കാര്യം? തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം തന്നെ, കേരളത്തിന്റെ ഏറ്റവും പാവയ്ക്കയുടെ ഏറ്റവും മൂട്ടി കിടക്കുന്ന ഒരു സാധനമാണ് തിരുവനന്തപുരം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ശരിക്കും മംഗലാപുരം ബോർഡറും ആൾക്കാർ ഇവിടെ വന്ന് പഠിച്ച് ജോലി വാങ്ങി പോകുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ ഈ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ആ ഒരു കംഫർട്ട് സോൺ ആദ്യം ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ നാടാവട്ടെ, വീടാവട്ടെ, അതുപോലെ നിലവിലുള്ള ജോലി സുഹൃത്തുക്കൾ, ഇതെല്ലാം നമുക്ക് ഒരുപാട് കംഫർട്ട് തരുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക, നമുക്കിനി ജോലി മേടിച്ചേ പറ്റുള്ളൂ തോന്നില്ല, അല്ലേ? കൂട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. മാത്രമല്ല നമുക്ക് അതിനൊന്നുള്ള യാതൊരു സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത്രയും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പോലും വരാൻ തയ്യാറാവുന്നുള്ളതാണ്. അപ്പൊ അവര് ചെലവിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല, അല്ലെ? ചെലവൊക്കെ കണ്ടെത്തുന്നത് ഇവിടെ വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ചെലവ് കണ്ടെത്തുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആ ഒരു വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അറ്റൻഷനും അതുപോലെ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും 100 കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ 100 കുട്ടികളുടെയും കാലിബർ 100 ആയിരിക്കും. സഹകാരിയുടെ ഓഫ്ലൈൻ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫാക്ടറി. അവിടെ നമുക്ക് എന്ത് റോ മെറ്റീരിയൽസ്, അല്ലെ? നമ്മൾ ഏതൊരു ഫാക്ടറിയിലും റോ മെറ്റീരിയൽസ് ഒരു സൈഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് മറ്റൊരു സൈഡിൽ വരും. അപ്പൊ അത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ജോലിയാണ്. അപ്പൊ അത്തരത്തിൽ റോ മെറ്റീരിയൽസ് നിങ്ങളാണ്, നമ്മുടെ ക്ലാസ് ആണ്, അതുപോലെ നമ്മുടെ എക്സാംസ് ആണ്, ഇതെല്ലാം ആണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ്, സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ ജോലി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ 100 തരത്തിലുള്ള കുട്ടികളെയും ഒരുപോലെ ജോലി വാങ്ങുന്ന തരത്തിലേക്ക് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അത് കുറച്ച് വളരെയധികം വ്യത്യസ്തമാണെന്നുള്ളതാണ്. അത് ശരിക്കും നമ്മൾ നേരിട്ട് അത് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു ആ കോഴ്സ് എന്ന് പറയുന്ന ഒരു 8 മാസത്തെ ഡ്യൂറേഷൻ. ആ ഒരു ഡ്യൂറേഷന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു 2ഓളം CSEB എക്സാമുകൾ, എന്ന് വെച്ചാൽ 2ഓളം CSEBയുടെ ആ ഒരു സെഷൻസ് നമുക്ക് കഴിയും. ആ സെഷൻസിൽ തന്നെ ജോലി വാങ്ങിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ആ ഒരു 8 മാസം കഴിയുമ്പോൾ ജോലി കിട്ടുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ടും നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനകത്ത് എപ്പോഴും എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വരുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം വരും, നമുക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി കാര്യമായിട്ട് വരരുത്. അപ്പൊ അത് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞല്ലേ, തിരുവനന്തപുരത്ത് പോയിട്ട് 6 മാസം അടിച്ചു പൊളിച്ചിട്ട് വരാം, അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരേണ്ട സ്ഥലം അല്ലത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ ഓൺലൈൻ മാത്രമല്ല അവർ വിട്ടു പോകുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾ മതിയാക്കി പോകും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നഷ്ടപ്പെടുന്ന മറ്റുള്ളൊരു കുട്ടിയുടെ അവസരമാണ്. കാരണം സീറ്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ജോലിയായിട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റോട് തന്നെ വരിക, നിൽക്കുക, പഠിക്കുക എന്നുള്ളതാണ്. സാർ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെന്റർഷിപ്പിലുള്ള ഡിഫറൻസ് തന്നെയാണ്.
ഓൺലൈനിൽ നമുക്കറിയാം ഒരു വലിയ ബാച്ചിനെ നിയന്ത്രിക്കാനായിരിക്കും ഒരു മെൻറ്റർ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അതിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികൾ ഇതുപോലെ ആയിരിക്കും, മെൻറ്റർ ഒരാളായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇത് നമ്മുടെ ആ സിസ്റ്റം ആൻഡ് പ്രോസസിന്റെ ഒരു ഡിഫറൻസ് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്ന് നമുക്ക് ഹൗസ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൗസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെൻറ്ററുടെ കൂടെ നമുക്കൊരു ഹൗസ് ഉണ്ടാവും. ആ ഹൗസിൽ അതിമിടുക്കരുണ്ടാവും, മിടുക്കരുണ്ടാവും, അതുപോലെ നോർമലായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇച്ചിരി ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ആ ഗ്രൂപ്പ് എല്ലാ ഹൗസിലും നമുക്ക് മിക്സഡ് ആയിട്ടായിരിക്കും. അപ്പൊ അവരുടെ ക്യാപ്റ്റനാണ് ഈ പറഞ്ഞ മെന്റർ എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് ആണ് മെന്റേഴ്സ് വരിക. അക്കൗണ്ടൻസിക്ക് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ മാത്സിന് ഒരാളുണ്ടാവും, അതുപോലെ ഇംഗ്ലീഷിന് ഒരാളുണ്ടാവും, കോപ്പറേഷനും കോപ്പറേറ്റീവിലായിരിക്കും ഓരോ ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു നിയന്ത്രണത്തിലായിരിക്കും ആ ഓരോ ഹൗസും മുന്നോട്ട് പോവുക. അവരെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെ, അവരെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. അതിനോടൊപ്പം വൈകുന്നേരങ്ങളിലുള്ള സർക്കിൾ സെഷൻസ് വളരെ എന്താ പറയാ, നിങ്ങളെ ഇരുത്തി നിങ്ങൾക്ക് അത് കോൺസെപ്റ്റ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനോടൊപ്പം പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് തരുന്നതിനുള്ള സെഷൻസ് ആണ് വൈകുന്നേരം നടക്കുന്ന സർക്കിൾ സെഷൻസ്. അപ്പോൾ അത്തരത്തിൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ പവർ പാക്ഡ് സാധനമാണ്. അത് വന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് സിലബസ് ഇപ്പോൾ ഉണ്ട്. നേരത്തെ നമുക്ക് സിലബസ് ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പരീക്ഷ 100 മാർക്കിനാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് ഓഫ്ലൈൻ്റെ കേസിൽ നമുക്ക് ക്ലാസ്സസ് എത്ര മണി മുതലാണ്, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം കുട്ടികൾക്ക് അറിയാം. അത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിന് വരുന്ന ആൾക്കാരുടെ സൗകര്യവും കൃത്യമായിട്ട് നോക്കിയിട്ടാണ് 10 മണി എന്ന സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം 4 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആലപ്പുഴ പോലല്ലേ, ഇല്ല കൊല്ലത്തുനിന്ന് വരെയുള്ള ആൾക്കാർക്കൊക്കെ ട്രെയിനിൽ വന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ ആഴ്ചയിൽ നമുക്ക് 4 ദിവസമാണ് ക്ലാസ് വരിക. അതിനൊപ്പം റെമഡിയൽ ക്ലാസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി റെമഡിയൽ ക്ലാസ് പ്രത്യേകിച്ച് മാത്സിനും അക്കൗണ്ടൻസിക്കും വേണ്ടി അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇടവിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈവനിങ്ങളിലോ ആയിരിക്കും. റെമഡിയൽ ക്ലാസ് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, മെന്റേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ദിവസങ്ങളിൽ കൊണ്ട് തന്നെ എല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ബേസ് ആൾക്കാർക്ക് പ്രശ്നം വരുന്നത് ഈ സബ്ജക്ട്സ് തന്നെയായിരിക്കും, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും കെയർ ആയിട്ട് റെമഡിയൽ ക്ലാസ്സസ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നമ്മുടെ ഓഫ്ലൈനിലെ കേസിൽ എന്ന് പറയുമ്പോൾ. സബ്ജക്ട്സിന്റെ കേസിൽ നമുക്ക് ഉള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് അവിടെ തന്നെ തീരും. പക്ഷെ നമ്മൾ ഈ മെയിനായിട്ട് ഈ പഠിച്ച സാധനം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നമ്മൾ എപ്പോഴും ആ ഒരു ജോലിയിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ഓഫ്ലൈൻ സെന്ററിൽ എന്താണ് സാർ? ഓക്കെ, അപ്പോൾ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും പരീക്ഷയെ കുറിച്ച് തന്നെയാണല്ലേ? അതെ, എല്ലാം അറിയാം സാറേ. എന്നാലും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും നടക്കില്ല പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൈനസ് മാർക്ക് ഇല്ല, അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ പ്രാക്ടീസിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് വന്നു കഴിഞ്ഞാൽ. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും OMR എക്സാമിനേഷൻ ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് വീക്കിലി എക്സാമിനേഷൻ അല്ലെങ്കിൽ മന്ത്ലി എക്സാം പോലുള്ള മത്സര പരീക്ഷകൾ വരുമ്പോഴത്തേക്കും നമുക്ക് കോഡ് തിരിച്ച് തന്നെയാണ്. ഒരിക്കലും നമുക്ക് കോപ്പി ചെയ്യാനൊന്നും പറ്റത്തില്ല. A കോഡ്, B കോഡ്, C കോഡ്, D കോഡ്, അങ്ങനെ 4 കോഡ് തിരിച്ച് തന്നെയാണ് OMR എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. അതിനോടൊപ്പം പലരും പറയുന്നതും അതുപോലെ ഒരു കാര്യമാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. റിവ്യൂ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല മക്കളെ, നമുക്ക് വിഷമിക്കാനോ ഒന്നുമുള്ള കാര്യമല്ലത്. എന്നാലും നമുക്ക് ഒരു ഫ്യൂച്ചറിൽ നിങ്ങളെ സക്സസ് സ്റ്റോറി എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മളെ അടുത്തൊരു വലിയ സ്നേഹം ഉണ്ടാവും. ആ സമയത്ത് നല്ലൊരു ഭയങ്കര സ്നേഹം ആയിരിക്കും. പക്ഷെ അതിന് മുന്നേ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്നേഹം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് നമ്മളടുത്ത് ഉണ്ടാവണമെന്നില്ല, നമുക്ക് നിങ്ങളടുത്ത് ഉണ്ടാവും. ആ ഉള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മോനെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കില്ല, നിങ്ങൾ പഠിക്കാത്തതിന് വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. എല്ലാ ആഴ്ചയും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വഴക്കൊക്കെ കിട്ടും. അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാണ് ഓഫ്ലൈനോട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ അത് ഒന്ന് മനസ്സിലാക്കുക. ഞാൻ തന്നെ ആയിരിക്കും ആ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാ ആഴ്ചയും ആ ഒരു സെഷൻ എൻ്റെ സെഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ വഴക്ക് പറഞ്ഞുള്ളത് ജോലിയിൽ എത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഒരു സ്റ്റോറി എടുക്കുമ്പോൾ തന്നെ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചേഞ്ച് അല്ലേ, നമ്മുടെ സ്വഭാവത്തിൽ രീതിയിലുണ്ടാകുന്ന അപ്രോച്ചിലുണ്ടാകുന്ന ചേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ട്രിവാൻഡ്രത്തേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ടാഗ് ലൈൻ ഇതായിരുന്നു, തിരുവനന്തപുരത്തേക്ക് വരാം, സഹകരണ മേഖലയിലെ ജോലിയുമായിട്ട് മടങ്ങാം എന്നുള്ള ടാഗ് ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ അർത്ഥവത്താക്കാൻ പറ്റി എന്ന് തന്നെയാണ് സഹകാരിക്ക് ഒരു എക്സ്ട്രാ കൊമ്പ്, ഒരു അഹങ്കാരത്തിന്റെ കൊമ്പ് കൊണ്ട് തരുന്നത്. ആ കൊമ്പ് വെച്ചിരുന്നത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പെർഫോമൻസ് ആണ് മക്കളെ. വരിക, പെർഫോം ചെയ്യുക,
അതുപോലെ ജോലിയായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. കട്ടയ്ക്ക് നിൽക്കുക. അതെ, സഹകരണം നമ്മൾ ഉണ്ടാവണം നമുക്ക്, അല്ലെ? സഹകരണം പഠിക്കുന്നത് നമുക്ക് സഹകരണം ഉണ്ടാവണം. അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോവുക, ലൈഫ് സെറ്റ് ആക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും യോധ ബാച്ചിൽ കാണാം.